ഹായ് ഫ്രണ്ട്സ്, ഇതൊരു മടി പിടിച്ച ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. രാവിലെ നല്ല വൈകിട്ട് എണീറ്റുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് എന്തായാലും അടുക്കളയ്ക്ക് കയറണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ തട്ടിക്കൂട്ടിയിട്ട് ഒരു വെണ്ടയ്ക്ക പുളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നപ്പോൾ 2 സവാള, ചെറിയ സവാളയാണ് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് വലിയ ഒരു തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ തക്കാളിയും സവാളയൊക്കെ ഒന്ന് വഴണ്ട് സെറ്റാവട്ടെ, അപ്പോഴേക്കും നമുക്ക് ഉപ്പേരിക്കുള്ളത് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ കുറച്ച് ബീൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ എടുത്തിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് ചെറിയതായിട്ട് അരിഞ്ഞ് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ കൂടെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ച പുളിഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക പുളിയാണല്ലോ, അപ്പോൾ തോനെ പുളി തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ നേരത്തെ എണ്ണയിൽ ഒന്ന് വറുത്ത് വെച്ച വെണ്ടയ്ക്കയാണ് കേട്ടോ. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഇതാ ഒന്ന് നന്നായി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ. ആ സമയം ഉപ്പേരിക്കുള്ളത് മുഴുവനായിട്ടും അരിഞ്ഞ് കഴുകി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെണ്ടയ്ക്കപ്പുളി റെഡി. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഇതാ വേറെ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഉപ്പേരിക്ക് അരിഞ്ഞ് വെച്ച ബീൻസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. 2 തരത്തിൽ ഉപ്പേരി വയ്ക്കാറുണ്ട്, ഒക്കെ സമയത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഒന്ന് എണ്ണയിൽ കടുക് ഇട്ടിട്ട് പച്ചക്കറി ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കഷ്ണം മാത്രം വേവിച്ചിട്ട് വെളുത്തുള്ളി ഉള്ളിയൊക്കെ ചതച്ചിട്ട് ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പച്ചമുളകും കൂടിയും കീറിയിട്ട് അവിടെ ഉപ്പേരി വേവാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പോൾ കറിയും ഉപ്പേരിയൊക്കെ ആയി. ഇനി ഇച്ചിക്കുട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും സെറ്റാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ മുട്ട എടുത്തിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒക്കെ തട്ടിക്കൂട്ടാണ് കേട്ടോ ഇന്നത്തെ. അങ്ങനെ മുട്ടയൊക്കെ എടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും പച്ചമുളകും ആദ്യം തന്നെ പാനിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് കലക്കിയിട്ട് ഒഴിക്കുക കേട്ടോ. സമയത്തിനനുസരിച്ചാണ് ഞാൻ ചെയ്യാറുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഉച്ചത്തേക്കുള്ള ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറായി, കറിയായി, ഉപ്പേരിയായി, മുട്ടയും കൂടി ആയിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ ഇച്ചക്കുട്ടനുള്ള ഉപ്പേരി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇച്ചക്കുട്ടനുള്ള ചോറൊക്കെ ഞാനിവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അവന് കുറച്ച് എരിവുള്ള ഉപ്പേരി മുട്ടയൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ കഴിക്കും. പിന്നെ അവന് ഇഷ്ടം മോരാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വീട്ടിൽ മോര് ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ അവനുള്ള ചോറും പിന്നെ എനിക്കുള്ള ചോറൊക്കെ അവിടെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ തട്ടിക്കൂട്ട് കറികളും ഉപ്പേരിയൊക്കെ ആയിട്ട് ഇന്നത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ.